ആർക്കും വില ഉണ്ടാവില്ല. ഇമ്മുവാ ഇജ് ആ കൂട്ടക്കാരോടെ കല്യാണം നടക്കൂലെന്നൊന്നും പറയാൻ നിക്കണ്ട. ആരെ കയ്യും കാലും പൊടിച്ചിട്ടായാലും വേണ്ടിയില്ല, ഈ കല്യാണം നമുക്ക് നടത്തിയേ പറ്റൂ. ഇമ്മ പണ്ടല്ലാതെങ്ങനെ പറഞ്ഞാ മനസ്സിലാവാത്തേ കൂട്ടക്കാരെന്നല്ല അവര്. ഇന്റെ കയ്യില് കുറച്ച് സ്വർണ്ണുണ്ട്, ആ ഇട്ട് കെട്ടിങ്ങാണ്ട് ഷായിന് പെണ്ണിറങ്ങിക്കോളും. ഈ പേരിന്റെ ഉള്ളത്തെ ഇന്നത്തെ അവസ്ഥ കാരണേ എന്റെ മകനാലെ വന്നതല്ലേ, അപ്പൊ അത് പരിഹരിക്കണ്ടേ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതൊന്നല്ല ഇപ്പൊ മനസ്സിലാവാത്തത്. ഷായിൻ എങ്ങനെ കുറി കൂടിയിക്കണെന്നോ അതിൽ ഇത്ര പൈസ ഉണ്ടെന്നോ സക്കീർ എങ്ങനെ അറിഞ്ഞതെന്നാണ് ഈക്കൊരു പുടുത്തും കിട്ടാത്തത്. ആർക്കറിയമ്മ? അല്ല, ഇനി ഇച്ചെങ്ങാനും പറഞ്ഞീന്നോ ഓനോട്? ഞാൻ കുട്ടികളും അറിയാതെ ഇജോനോട് വിളിയും തെളിയൊക്കെ എന്താ അന്നിട്ടെറിഞ്ഞു പോയതാന്നുള്ളേ ചിന്തൊന്നും എനക്കുണ്ടാവൂല. പണ്ടേ അങ്ങനെയാണല്ലോ. ഈ ജീവിതേ ഈ കോലത്തിലാവാനേ കൊറേ ഉത്തരവാദി ഇജന്നെയാണ്, വേറെ ആരുമല്ല. എന്റെ മകനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ കിട്ടാൻ വേണ്ടിയിട്ടെ ഓൻ പല കൗശല ബുദ്ധി നടത്തും. ഓന്റെ കുടല ബുദ്ധിയിലെങ്ങാനേ വീണ് പൊയ്ക്കണച്ചി. ഇന്നാ പിന്നുണ്ടല്ലോ ഇജന്റെ 2 മക്കളെ അങ്ങോട്ട് മറന്നാണ്ടി.